വളരെ നിർണായകമായ ചില വിവരങ്ങൾ കൂടി വരികയാണ്. പത്മകുമാറിനെതിരെ നിർണായക കണ്ടെത്തലുമായി റിമാൻഡ് റിപ്പോർട്ട്. റിമാൻഡ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അനുസരിച്ച് ഞെട്ടിക്കുന്ന അപ്ഡേറ്റ് ആണ്. നമ്മൾ ഇതുവരെ കരുതിയത് ഈ മഹാകൊള്ളയുടെ മുഖ്യ സൂത്രധാരനും ഇതിന്റെ തുടക്കവും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്നാണെന്നായിരുന്നു. പക്ഷേ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് അങ്ങനെയല്ല. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണെന്നുള്ള സൂചനയാണ് റിമാൻഡ് റിപ്പോർട്ട് നൽകുന്നത്. കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ തന്നെ പത്മകുമാർ ഇടപെടൽ നടത്തിയെന്ന വളരെ നിർണായകമായ വിവരങ്ങൾ കൂടി റിമാൻഡ് റിപ്പോർട്ടിലൂടെ പുറത്തുവരികയാണ്. 2019 ഫെബ്രുവരിയിൽ ബോർഡിന് മുന്നിൽ പത്മകുമാർ തന്നെയാണ് വിഷയം അവതരിപ്പിച്ചത്. ബോർഡ് അംഗങ്ങൾ എല്ലാവരും അന്ന് ഇതിനെ എതിർത്തുവെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും വളരെ നിർണായകമായ വിവരങ്ങൾ വരുമ്പോൾ സിജോ വി ജോണിലേക്കാണ്. സിജോ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാ ആരോപണങ്ങളും പത്മകുമാറിലേക്ക് തിരിയുന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിലൂടെ കാണുന്നത്. പത്മകുമാർ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ കൊടുത്തു വിടണമെന്നുള്ളൊരാവശ്യം ബോർഡിന് മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ പത്മകുമാർ തന്നെയാണ് ഇതിന്റെ സൂത്രധാരൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണ്? നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചതിൽ നിന്ന് കാര്യങ്ങൾ മാറി മറിയുകയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ എന്നുള്ളതാണ്. അതായത് നേരത്തെ നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു, രേഖകളിൽ കൃത്രിമം വരുത്തുന്നു, അതിന് ഈ പറയുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ അവിടെ നിന്ന് മാറുകയാണ്. ഒരു വലിയ ട്വിസ്റ്റാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റും. കാരണം അങ്ങനെയൊന്നുമല്ല പല കാര്യങ്ങളും വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് തുടക്കമിടുന്നത് പത്മകുമാറാണ്. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ ഈ രേഖകളിൽ കൃത്രിമം വരുത്തുന്നുണ്ട്, സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പത്മകുമാർ 2019 ഫെബ്രുവരിയിൽ ദേവസ്വം ബോർഡിന് മുന്നിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്നു. ഈ കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണമെന്ന ഒരു നിർദ്ദേശം നൽകുന്നു. പക്ഷേ അന്നത്തെ ബോർഡ് അംഗങ്ങൾ ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. അത് ശരിയല്ല, അത് ഈ രീതിയിലല്ല, അത് നേരിട്ട് പരിഗണിക്കേണ്ടത് ബോർഡ് അംഗങ്ങളല്ല എന്ന ഒരു നിലപാടിലേക്ക് അവരെത്തുന്നു. അങ്ങനെയാണ് എങ്കിൽ ശരി എന്നാൽ ഇതിവിടെ നിൽക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് വരുന്നു. പിന്നീടാണ് ഇതിന്റെ ഗൂഢാലോചന ആസൂത്രണമല്ല, ഇതിന്റെ നടത്തിപ്പെല്ലാം ഉദ്യോഗസ്ഥ സ്ഥലത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ആദ്യം മുരാരി ബാബുവിലേക്ക് നേരത്തെ ഇവർക്ക് ഈ ഉദ്യോഗസ്ഥരിലേക്ക് ഈ അപേക്ഷ വരികയും അതിനുശേഷം മുരാരി ബാബു സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തുകയും ജയശ്രീ ഈ രേഖകളിൽ മാറ്റം വരുത്തി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് വരികയും അത്തരം ആസൂത്രണം ഗൂഢാലോചന ഇല്ല നടക്കുന്നത് അവിടെ വെച്ചാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇങ്ങനെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് പത്മകുമാറാണെന്നുള്ള ഒരു മൊഴിയും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മൊഴിയാണ് മുരാരി ബാബുവും അതോടൊപ്പം സുധീഷും കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ആ മൊഴിയെ സംബന്ധിച്ച വിശദാംശങ്ങൾ പറഞ്ഞിരുന്നു. സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്താൻ പത്മകുമാർ നിർദ്ദേശം നൽകി എന്നുള്ളത് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു തുടക്കക്കാരനായി പത്മകുമാർ നിലനിൽക്കുകയാണ്. ഇതിന്റെ ഒരു ബുദ്ധി കേന്ദ്രമായി പത്മകുമാർ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് മറ്റു പല കാര്യങ്ങളും പ്രസക്തമാകുകയും ചെയ്യുന്നത്. കടകംപള്ളിക്കെതിരെയൊക്കെ ആരോപണം അല്ലെങ്കിൽ മൊഴികൾ വരുന്നത് ഇത്തരം കാര്യങ്ങളെ വഴിതിരിച്ച് വിടാൻ വേണ്ടിയാണോ എന്നുള്ള കാര്യത്തിലേക്ക് സംശയിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലുള്ള ഒരു വിശദമായ അന്വേഷണം ആവശ്യമാണ്. ഇപ്പോഴെന്തായാലും അന്വേഷണ സംഘം നിർണായകമായ കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് പത്മകുമാറാണ്. ആദ്യം ബോർഡ് അംഗങ്ങളിലേക്ക് ബോർഡിലേക്ക് ഇത് കൊണ്ടുവന്ന് അവിടെ വെച്ച് ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടാനുള്ള തീരുമാനത്തിലേക്ക് ഒരു പരീക്ഷണം ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം നടത്തി. പക്ഷെ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് വരികയും പിന്നീട് അപേക്ഷ ബോർഡ് അല്ലാതെ പരിഗണിച്ച് ഈ രേഖകളിൽ കൃത്രിമം വരുത്തി വലിയ തട്ടിപ്പിന് കളമൊരുക്കുകയും ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്ന പോലെയല്ല, പത്മകുമാർ ചെറിയ പുള്ളിയല്ല. തീർച്ചയായും ശബരിമല തട്ടിപ്പിൽ വലിയൊരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. നമ്മൾ ഇതുവരെ കരുതിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരക്കഥയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സംവിധാനത്തിൽ നടന്ന ഒരു വലിയ കൊള്ളയാണ് എന്നായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, പ്രത്യേകിച്ച് റിമാൻഡ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അനുസരിച്ച്, തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം നടത്തിയത് പത്മകുമാറാണെന്ന് തെളിയുന്ന ഗൗരവതരത്തിലുള്ള ഒരു അപ്ഡേറ്റും ഡെവലപ്മെന്റും ഈ കേസിൽ ഉണ്ടാവുകയാണ്.